ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ വീട്ടിലാണ്. 2-3 ദിവസം അമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ. രാവിലെ തന്നെ അനൂപ് വെള്ളനാട്ടിലേക്ക് പോകാൻ ഇറങ്ങി. മൈലിക്കും ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അനൂപ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ അമ്പലത്തിലേക്കും പോയി. സാറ്റർഡേ അമ്മയുടെ പിറന്നാളായിരുന്നല്ലോ. അപ്പോ അപ്പു ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് അയച്ചിട്ടുണ്ട്. അമ്മയുടെ ആക്ച്വലി ബർത്ത്ഡേ വരുന്നത് December 4th അപ്പൊ അവൻ അതാണ് കൺസിഡർ ചെയ്യുന്നത്. അവൻ ഈ പിറന്നാളൊന്നും നോക്കില്ലല്ലോ. അപ്പൊ അവനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. സർപ്രൈസ് ആണ് അമ്മയ്ക്ക്. എനിക്കും ചേച്ചിക്കും അറിയാം. ഒരു ലാംപ് ഷെയ്ഡ് ആണ്. അത് ഏത് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ഹൈറ്റ് വരും. പക്ഷെ 3 തട്ടുള്ള ടൈപ്പിലുള്ള ഒരു ലാംപ് ഷെയ്ഡ് ആണ്. അപ്പൊ അമ്മ ഇപ്പൊ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അമ്മ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിടണം. അല്ലെങ്കിൽ പിന്നെ അമ്മ അത് നീക്കാനും ഇടാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ അതൊന്ന് ചെയ്യാം ഇരിക്കുകയാണ്. ജയ 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 ഹേ മൂവിയും കണ്ടോണ്ട് ഇവിടെ ഒന്ന് അടുക്കിയിടാം. അവിടെ ഒരു മേശ അമ്മയുടെ വെച്ചിട്ടുണ്ട്. അതിനെടുത്ത് മിഡിലിട്ടിട്ട് ഒറ്റയ്ക്ക് നീക്കുന്നത് കുറച്ച് പാടായിരുന്നു. എന്നാലും ഞാൻ അമ്മ വരുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഒന്ന് അടുക്കിയിടാം എന്ന് വിചാരിച്ചു. ആ ടേബിള് മിഡിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ച് സ്പേസ് കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു സ്പേസ് അവിടെ മാത്രമേ ഈ ഇത് പ്ലഗ് പോയിന്റ് ഉള്ളൂ. അപ്പൊ അവിടെ ലാമ്പ് വെച്ചാൽ നല്ല രസമായിരിക്കും. അച്ഛന്റെ ഒരു അനുഗ്രഹം കാണും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെ തന്നെ സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. ഇത് രാവിലെ അമ്മ കാക്കയ്ക്ക് ഫുഡ് കൊണ്ടുവച്ചതാണ്. കാക്ക ഉടനെ തന്നെ വന്നെടുത്തു. ഉച്ചയായപ്പോ ഞാനും അമ്മ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പുവിന്റെ ഗിഫ്റ്റ് പാഴ്സൽ എത്തി. അപ്പുവിന്റെ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. അമ്മ തന്നെയാണ് മേടിച്ചത്. അമ്മയെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കാം. അമ്മയ്ക്ക് ആക്ച്വലി ഒരു ക്ലൂ ഇല്ലായിരുന്നു എന്താണ് എന്നുള്ളൊരിത്. ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ പറഞ്ഞിരുന്നു അപ്പുവിന്റെ ഒരു കാര്യം എനിക്ക് അടുത്ത ആഴ്ച അമ്മയുടെ അടുത്ത് പറയാനുണ്ടെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അവന്റെ എന്തെങ്കിലും സ്റ്റഡീസ് റിലേറ്റഡ് ആണോ എന്താണ് എന്നുള്ളൊരു ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഈ പാഴ്സൽ ഞാൻ അമ്മയെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു അമ്മയുടെ വീട്ടിൽ വന്ന പാഴ്സലല്ല, അമ്മ തന്നെ ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോ എന്റെ എന്തോ പാഴ്സലാണെന്നാണ് അമ്മ വിചാരിച്ചത്. എങ്ങനെയുണ്ട് ലാമ്പ്? നല്ല രസമില്ലേ? ഇതാണ് കൊച്ചുമോൻ അമ്മൂമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞു. 2:33 ആയി. അനൂപ് തിരിച്ചെത്തിയപ്പോ വെള്ളനാട്ടിൽ നിന്ന് നെക്സോൺ കൊണ്ടിട്ടിട്ട് റിറ്റ്സ് എടുത്തിട്ട് വന്നു. റിറ്റ്സിന് എന്തോ കംപ്ലൈന്റ്, ECD എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അനൂപ റിറ്റ്സ് എടുത്തിട്ട് വന്നത്. അപ്പൊ ഈ ദിവസം കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഡേ. ഈ ദിവസം മുതലാണ് എന്റെ സർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു പാഴ്സൽ എത്തി. അപ്പൊ തന്നെ അനൂപ് വെള്ളനാട്ടിൽ നിന്ന് തിരിച്ചെത്തി. തുറന്നു നോക്കിയപ്പോ ഗിംബൽ. ഞാൻ ഞെട്ടിപ്പോയി. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്റെ അപ്പു, അഞ്ജു ചേച്ചി, സുധിച്ചേട്ടൻ 3 പേരും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അന്ന് തന്നെ അനൂപ് എന്തോ സാധനം മേടിച്ചോണ്ട് വന്നു. എന്താണെന്ന് പറഞ്ഞില്ല. ട്രാഷ് എല്ലാം കൂടെ തീയിടാൻ പോവാണ്. അപ്പൊ കുറെ ഈ പേസ്റ്റ് ബോർഡ് പെട്ടിയുടെയും ഒക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ചു. ഇത് അമ്മയുടെ വീട്ടിന്റെ ബാക്ക് സൈഡാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. പുളിഞ്ചിക്ക ഉണ്ട്. പുളിഞ്ചിക്ക എന്നാണ് ട്രിവാൻഡ്രത്ത് പറയുന്നത്. ഇരുമ്പുളി എന്ന് പറയും. ലവ്ലോലിക്ക കണ്ടോ എത്തുമാത്രം വീണ് കിടക്കണോന്ന്. സപ്പോട്ട ഉണ്ട്. പണ്ട് ഇത് കുറച്ചുകൂടെ താഴ്ന്നാണ്. അപ്പൊ ശംഭുവിന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് സപ്പോട്ട. അവൻ മരത്തിന്റെ മേളിൽ കയറി അതെല്ലാം പറിച്ച് കഴിക്കുമായിരുന്നു. ഇത് അമ്മയുടെ വെറ്റയാണ്. വെറ്റ അമ്മ വ്യാഴാഴ്ച വെറ്റില കെട്ടിയിടും. ഇത് അമ്മ കുഴിപ്പള്ളത്തുനിന്ന് മേടിച്ച, ഇതിനൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പപ്പായ, റെഡ് ലേഡി പപ്പായ. പിന്നെ അനൂപ് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും ഓറഞ്ച് ജ്യൂസ് മേടിച്ചുകൊണ്ട് വന്നു. ആ ദിവസം
എന്തോ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടോ? കടല എവിടെ? അപ്പോൾ പുട്ടും കടലയുമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പുട്ടും കടലയും. അപ്പോൾ അന്ന് തന്നെയായിരുന്നു ഞാൻ ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള വീഡിയോ ഷൂട്ട് ചെയ്തത്. ഉച്ചയായി. ഉച്ചയ്ക്ക് അനൂപ് കുറച്ച് തിരക്കിലായിരുന്നു, കോൾസിലൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ അടിച്ചു. ഉച്ചയ്ക്ക് ഒന്ന് കുറച്ച് നേരം മേളിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് തിരിച്ച് വെള്ളനാട്ടേക്ക് പോകണം. ഉറങ്ങി എണീറ്റപ്പോൾ അനിയമാമൻ്റെ കോള് വന്നു. അനിയമാമനും മൂല്യമ്മയും കൂടെ വൈകുന്നേരം അവിടെ വന്നു. അനിയമാമൻ നല്ല കട്ട്ലറ്റും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ദിവസം തിരിച്ചു പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് പറയാം. എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. അനൂപിന് എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പോൾ 11:30 ആവാൻ പോകണു. രാവിലെ കുറച്ച് തിരക്കായിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് വെള്ളനാട്ടേക്ക് പോവാണ്. ബൈ ബൈ. തലേ ദിവസം പോകാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അനൂപിന് ജോലി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ലായിരുന്നു കാരണം. ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത്. അമ്പലമുക്കിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് വെള്ളനാട്ടേക്ക് പോകാനായിട്ട്. പക്ഷെ കുറച്ച് തിരക്കായിപ്പോയി. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട്. അപ്പോൾ അതിൻ്റെ കോൾസും പിന്നെ ഹോട്ടൽ ബുക്കിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അനൂപിന് 12 o'clock കോളുണ്ടോ, മീറ്റിംഗ് ഉണ്ട്. അതിന് മുന്നേ വെള്ളനാട്ട് എത്തണം. ഞങ്ങൾ 11:20 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അരമണിക്കൂർ എടുക്കുള്ളൂ അമ്മയുടെ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്താനായിട്ട്. അരമണിക്കൂറാണ് എടുക്കുന്നത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇത് തൃക്കാർത്തികയുടെ ദിവസമാണ്. അപ്പോൾ 4 ദിവസം ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ വീടൊന്ന് അടിച്ചു വാരി തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അനൂപും കൂടെ തൃക്കാർത്തികയ്ക്ക് വിളക്ക് വയ്ക്കുന്ന ഡ്യൂട്ടിയിലാണ്. ഇത് ഞാൻ താഴെ പേപ്പർ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിളക്ക് കത്തിച്ച് വെച്ചപ്പോൾ ബ്ലാക്ക് ടൈൽസിൻ്റെ അവിടെ ഫുൾ ആ എണ്ണയുടെ പാടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര പാടായിരുന്നു അത് മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു താഴെ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ ഇട്ടിട്ട് ഇത് കത്തിച്ച് വെച്ചാൽ, ചിരാത് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ താഴെ ടൈൽസിലൊന്നും അതിൻ്റെ ആ ഒരു ഇത് വീഴില്ലല്ലോ, മാർക്ക് വീഴില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം താഴെ മാത്രമേ കത്തിച്ചുള്ളൂ. മേളിലൊന്നും കത്തിച്ചില്ല. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മതിലും ഒന്നും കത്തിച്ച് വെച്ചിട്ടില്ല. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്കിലും പാറ്റിയുടെ ആ സൈഡിലും മാത്രമേ കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നെക്സ്റ്റ് ഡേ രാവിലെ മൈലുവും മിലിയും ഗ്രൂം ചെയ്യാനായിട്ട് നേരത്തെ വന്നുകൊണ്ടിരുന്ന പയ്യൻ ഷാർജയിലോ എന്തോ ജോലി കിട്ടിപ്പോയി. അപ്പൊ ആ പയ്യന്റെ കെയർ ഓഫിൽ വന്ന 2 പേരാണ്. മൈലുവും മിലിയും ഒരുമിച്ചായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഗ്രൂം ചെയ്തത്. അവിടെ ആ പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് മിലിയെ ഗ്രൂം ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഗ്രൂം ചെയ്ത് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് 2 പേരും എന്നെ കാണാൻ വന്നതാണ്. ഇത് വൈകിട്ടായി. ആദ്യത്തെ ദിവസം അനൂപ് 2 പാക്കറ്റ് മേടിച്ചോണ്ട് കണ്ടില്ലായിരുന്നോ? അതിലൊന്ന് ഇതായിരുന്നു, ക്രിസ്മസ് ട്രീയും അതിന്റെ ഡെക്കറേഷൻസുമാണ്. ക്രിബും ഉണ്ടെന്നാണ് അനൂപ് പറഞ്ഞത്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ഇതായിരുന്നു. അനൂപ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാംസങ് ഗാലക്സി S24 Ultra. ഭയങ്കര ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഇമോഷണലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു വീക്ക് പോയത്, വിത്ത് ഫുൾ ഓഫ് സർപ്രൈസസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീക്ക്. ഒരുപാട് സർപ്രൈസസ് കിട്ടി, ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയ ഒരു വീക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരെയ്ക്കും അഡിയോസ്.